എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ചിരിക്കുട്ടനാവട്ടെ ബീച്ചില് ഹീറോയും കാത്ത് അങ്ങനെ ഹായ് ആയിട്ട് നിക്കാണ്. ഹീറോ അവനെ കണ്ട ഉടനെ ഇപ്പൊ ചിരിക്കുട്ടാന്ന് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. അതിന് ചിരിക്കുട്ടൻ ടെൻഷനായിട്ട് അവന്റെ വായിക്കൂടെ ഇപ്പൊ ബ്ലഡ് വരും. എനിക്ക് കേൾക്കണ്ട, എന്നെ മേലാൽ ചിരിക്കുട്ടൻ എന്ന് വിളിക്കാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഹീറോ ആവട്ടെ ഇപ്പൊ അവനോട് സോറി പറയും. അപ്പൊ ചിരിക്കുട്ടൻ പറയും, ഞാൻ ഇവിടേക്ക് വന്നത് നിനക്ക് സ്കൂളില് അഡ്മിഷൻ കിട്ടിയില്ലേ, ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്യാനാണ് ഞാൻ നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ആക്ച്വലി ചിരിക്കുട്ടൻ അതേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം ഹീറോയ്ക്ക് അറിയില്ല. അവനതറിഞ്ഞ ഒരു പക്ഷേ ചിരിക്കുട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവൻ അഡ്മിഷൻ കിട്ടിയത് എന്നൊക്കെ അവൻ തെറ്റായി ചിന്തിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ആള് പുലിയാണ്. അവൻ നേരത്തെ തന്നെ ചിരിക്കുട്ടൻ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കണ്ടുപിടിച്ചിരുന്നു. അത് കേട്ട് ചിരിക്കുട്ടൻ പറയും, മെല്ലപ്പറ സെയ്ത്താനെ, നീ ഒച്ചത്തി പറഞ്ഞ് എന്റെ കഞ്ഞികുടി മുട്ടിക്കോ, ഇതാരോടും പറയാനായിട്ട് പാടില്ല. അതില് മറ്റൊരു ട്വിസ്റ്റ്, ചിരിക്കുട്ടന്റെ ബോഡി അത് വീക്കായി കഴിഞ്ഞപ്പോ അവൻ അവന്റെ പവർ അത് മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ആ സമയത്താണ് ആൾക്ക് ഈ സ്കൂളിൽ ജോബ് കിട്ടുന്നത്. ആക്ച്വലി സ്കൂളിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആരാണോ നമ്പർ 1 ആയിട്ട് വരുന്നത് അവന് ഈ പവർ കൊടുക്കാനാണ് ആദ്യം ചിരിക്കുട്ടൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോ ആ പവർ സ്വന്തമാക്കി. ഹീറോ പറയും, ഞാൻ എന്റെ പവർ ഉപയോഗിക്കുമ്പോ എന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോവാണ്, അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിക്കുമ്പോ അതിന് ചിരിക്കുട്ടൻ പറയും, നിനക്ക് ഞാൻ ആ പവർ തന്നിട്ട് ചുരുക്കം ദിവസങ്ങളായിട്ടേ ഉള്ളൂ, അത് നിന്റെ ബോഡിയിൽ അഡാപ്റ്റായി കറക്റ്റായിട്ട് വർക്ക് ആവണമെങ്കിൽ ഇനിയും ഒരുപാട് നാളെടുക്കും. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ മുഴുവൻ പവറും നിനക്ക് കിട്ടില്ല, നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താ ഉറപ്പായിട്ടും അതിന്റെ മുഴുവൻ പവർ കിട്ടി നിനക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനൊരു ഗ്ലാസ് എടുത്ത് ഇപ്പൊ കൈകൊണ്ട് തവിട് പൊടിയാക്കും. അത് കണ്ട് ഹീറോ അത്ഭുതപ്പെട്ട് ഇപ്പൊ അവന്റെ പേര് വിളിച്ച് തുള്ളി ചാടാൻ തുടങ്ങും. ചിരിക്കുട്ടൻ ആൽമേറ്റ് പറയും, ഞാൻ നിനക്ക് തന്നത് വെറും ഒരു സ്പാർക്കാണ്, അത് ഊതി കത്തിക്കുക എന്നത് നിന്റെ കയ്യിലാണ്, അതുകൊണ്ട് തന്നെ നീ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ കഴിഞ്ഞും സ്ട്രോങ് ആയിട്ട് നിനക്ക് മാറാൻ കഴിയും. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ എന്റെ മുൻപിൽ ബാക്കിയുള്ളൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ ചെക്കനാവട്ടെ അവൻ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു സ്കൂളിലേക്ക് പോവാണ്. കട്ട് ചെയ്ത സ്കൂളില് 300-ൽ താഴെ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ആള് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ക്ലാസ് കണ്ടുപിടിക്കും. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ ടെൻഷൻ ആ ചപ്രത്തലേനും കണ്ണാടിക്കാരനും. ഒരു പക്ഷെ അവരെന്റെ ക്ലാസ്സിൽ ഉണ്ടാവുമോ? അവൻ ഒരുപാട് ടെൻഷനായി ഇപ്പൊ ക്ലാസ് റൂമിന്റെ വാതിൽ തുറക്കും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിലായിട്ട് ആ ഒരു കണ്ണാടിക്കാരനും ചപ്രത്തലേനും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് കാണും. വാവ്, സബാഷ്, നമ്മുടെ ആളുടെ ഫ്യൂസ് പോയി. അവര് നോക്കി നിൽക്കും. സീറ്റിന്റെ മേലെ കാലെടുത്ത് വെച്ചതിനാണ് അവര് പരസ്പരം ഇപ്പൊ പൊരിഞ്ഞ് ഫൈറ്റ് ഇടുന്നത്. അപ്പോഴായിരിക്കും കണ്ണാടിക്കാരൻ നമ്മുടെ ഹീറോയെ കാണുക. അവനെ കണ്ടുടൻ യു അഗെയിൻ, വീണ്ടും നീയോ എന്ന് പറഞ്ഞ് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. കണ്ണാടിക്കാരനെ കണ്ടുടൻ നമ്മുടെ ഹീറോ വിറയ്ക്കാൻ തുടങ്ങും. എന്റെ പേര് ഇസക്ക്, ഞാൻ ഈ ക്ലാസ്സിൽ പുതുതാണ്, നിനക്ക് സുഖമല്ലേ, നീ ഹാപ്പി അല്ലേ എന്ന് എന്തൊക്കെയോ പേടിച്ച് വിറച്ച് അവൻ ചോദിച്ചു കൊണ്ടേയിരിക്കും. അതിന് കണ്ണാടിക്കാരൻ പറയും, ലാസ്റ്റ് ടൈം നിന്റെ ഫൈറ്റ് അത് അടിപൊളിയായിരുന്നു, ഞങ്ങൾക്കാർക്കും ഇത്രയും പവറില്ല, നീ എന്നെ കഴിഞ്ഞും സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഹീറോയെ അവൻ ഒരുപാട് പൊക്കാൻ തുടങ്ങും. അവൻ ഷോക്കായിട്ട് അവനെ നോക്കി നിൽക്കുമ്പോ നമ്മുടെ ചുന്ദരിപ്പെണ്ണ് ഡോറ അവൾ അവിടേക്ക് വരും. ഹീറോയെ കണ്ടുടൻ അവളും ഹാപ്പി ആയിട്ട് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ അവളുടെ ജീവൻ രക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞ് അവളും അവനെ പൊക്കി അടിക്കാൻ തുടങ്ങും. നമ്മുടെ ചെക്കൻ നാണക്കാരനാ, അവൻ കണ്ണുപൊത്തി അങ്ങനെ നിൽക്കും. പക്ഷെ ഇതൊക്കെ നമ്മുടെ ചപ്രത്തലേന് തീരെ ഇഷ്ടപ്പെടില്ല. അവൻ ഫ്ലാഷ് ബാക്കില് നമ്മുടെ ഹീറോയെ എടുത്തിട്ട് ഇടിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങും. ചപ്രത്തലേന് മനസ്സിലാവും ഇവൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും പവർ കിട്ടണമെങ്കിൽ എന്തോ ഒരു കാര്യം ഇവന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പോഴും കൊഞ്ചിയിട്ട് കുറുവിയിട്ട് അങ്ങനെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോ ഒരാള് ഇപ്പൊ അവരുടെ പുറകെ വന്നിട്ട് പറയും, ഇത് കൊഞ്ചാനുള്ള സ്ഥലമല്ല, ഇത് ക്ലാസ് റൂമാണ്. ആക്ച്വലി ഈ ഒരു ഊശാന്താടിക്കാരൻ ഇവരുടെ ക്ലാസ് ടീച്ചറാണ്. അവൻ അവർക്കൊരു ഡ്രസ്സ് കൊടുത്ത് ഇപ്പൊ പ്രാക്ടീസിനായിട്ട് പുറത്തേക്ക് വരാൻ പറയും. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് ഗ്രൗണ്ടിലേക്ക് വരും. അപ്പൊ ഡോറ ചോദിക്കും, ഇവിടെ ഫ്രഷേഴ്സ് പാർട്ടി ഒന്നുമില്ലേ,
അതിന് മാസ്റ്റർ പറയും ഇവിടെ പഠിത്തവും ട്രെയിനിങ്ങും മാത്രമേ ഉള്ളൂ, സെലിബ്രേഷൻസ് ഒക്കെ ഗേറ്റിന് വെളിയിൽ. ഈ പ്രാക്ടീസിലൂടെയാണ് നിങ്ങളുടെ പവർ ഏതൊക്കെ സ്ഥലത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയുക. അപ്പൊ മാസ്റ്റർ ഒരു ബോൾ എടുത്ത് ഇപ്പൊ ചപ്രത്തലന്റെ കയ്യിൽ കൊടുക്കും. അവന്റെ ഫുൾ പവർ എടുത്ത് ആ ഒരു ബോള് അത് വലിച്ചെറിയാൻ പറയും. അത് കേട്ടുടനെ ഇപ്പൊ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് നമ്മുടെ ചെക്കനാവട്ടെ ആ ഒരു ബോള് അതിപ്പോ വലിച്ചെറിയും. ആ ഒരു ബോള് ഇപ്പൊ 705 മീറ്റർ അപ്പുറം പോയി വീഴും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഷോക്കാവും. മാസ്റ്റർ പറയും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ടെസ്റ്റ് തരാൻ പോവാണ്. ആ ഒരു ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാത്തവർക്ക് വലിയ പണിഷ്മെന്റ് ആയിരിക്കും ഞാൻ തരാ. അത് കേട്ട് ഇപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ചിരിക്കുട്ടൻ ഹീറോയുടെ ടീച്ചർ ആരാണ് എന്ന് ചെക്ക് ചെയ്യും. ചിരിക്കുട്ടൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഈ പ്രാന്തനാണോ അവന്റെ ടീച്ചർ എങ്കിൽ ഉറപ്പായിട്ടും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും. ഇവിടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം ഹീറോ അവന്റെ പവർ പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ എനർജിയിലായിരിക്കും പുറത്തേക്ക് വരിക. അവന്റെ ബോഡിക്ക് അത് താങ്ങാനായിട്ട് കഴിയില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ പേടിച്ച് വിറച്ച് നിൽക്കും. ഇവിടെ നമ്മുടെ ചുന്ദരിക്ക് ഇതൊന്നും തീരെ ഇഷ്ടാവില്ല. ഫ്രഷേഴ്സ് ഡേ അത് ഉറപ്പായിട്ടും വേണം. ഇവിടെ ഒരു രസവും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ബോറടിച്ച് ചാവും. അപ്പൊ ആ മാസ്റ്റർ പറയും മോൺസ്റ്റേഴ്സ് എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മളെയോ അല്ലെങ്കിൽ സിറ്റിയെയോ അറ്റാക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിജിലന്റ് ആയിരിക്കണം. അതുകൊണ്ട് ആദ്യം നടത്താൻ പോകുന്ന ട്രെയിനിങ് അത് ഓട്ട മത്സരമാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാം റെഡി ആയിട്ട് ഇപ്പൊ ഓടാൻ തുടങ്ങും. കണ്ണാടിക്കാരൻ അവൻ സെക്കൻഡ് വെച്ച് ഇപ്പൊ ഓടി തീർക്കും. അതിനുശേഷം പിന്നീട് ഓരോരുത്തരായിട്ട് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. മാസ്റ്റർ ഇപ്പോ അവരുടെ ഓരോരുത്തരുടെ സ്പീഡ് അത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യും. കാരണം അതുപയോഗിച്ച് വേണം അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് മാസ്റ്ററിന് കണ്ടുപിടിക്കാൻ. അവസാനമായിട്ട് ഇപ്പൊ ചപ്രത്തലേനും ഹീറോയും ഓടാൻ തുടങ്ങും. ചപ്രത്തലേനാവട്ടെ അവൻ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ ഓടിത്തീർക്കും. പക്ഷെ ഹീറോ അവന് ഒരുപാട് സമയമെടുത്ത് ഇപ്പൊ നോർമലായിട്ട് ഓടി ഫിനിഷ് ചെയ്യും. അവന് മനസ്സിലാവും തുടക്കത്തിൽ തന്നെ അവനിപ്പോ ലാസ്റ്റ് ആയിരിക്കാണ്. ഇനിയും 7 ടെസ്റ്റ് കൂടെ ബാക്കിയുണ്ട്. എന്റെ കൂടെയുള്ളവർക്കെല്ലാം ഒരുപാട് പവർ ഉണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവനിപ്പോ ഒരുപാട് ടെൻഷനില് അങ്ങനെ നിൽക്കും. ഹീറോയ്ക്ക് അവന്റെ പവർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആദ്യത്തെ തവണ അവൻ അറിയാതെ അവന്റെ ഫുൾ പവർ എടുത്താണ് ആ ഒരു റോബോട്ടിനെ തകർത്ത് കളഞ്ഞത്. അന്ന് അവന് ഒരുപാട് വലിയ വലിയ പരിക്കുകൾ പറ്റി. അതുകൊണ്ട് തന്നെ ചിരിക്കുട്ടൻ പറഞ്ഞിരുന്നു നീ നിന്റെ പവർ അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ പവർ നിന്റെ ജീവൻ തന്നെ പതിയെ പതിയെ ഇല്ലാതാക്കും. അതുകൊണ്ട് നീ ഓരോ സ്റ്റെപ്പും അത് സൂക്ഷിച്ചു വേണം മുൻപോട്ട് വെക്കാൻ. പതിയെ പതിയെ നീ നിന്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ആ ഒരു പവർ അത് നിന്റെ കൺട്രോളിലാവും. കട്ട് ചെയ്ത നമ്മുടെ ചെക്കൻ ഇപ്പൊ ചിരിക്കുട്ടൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് അടുത്ത ടെസ്റ്റിനായിട്ട് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടു കൂടെ ഇപ്പൊ മുൻപോട്ട് നടക്കും. അടുത്ത മത്സരം മാക്സിമം വെയിറ്റ് പൊക്കുക എന്നതാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആകെപ്പാടെ 56 കിലോ വെയിറ്റ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഒരുപാട് വെയിറ്റ് ഒന്നും ചുമക്കാനായിട്ട് കഴിയില്ല. ബാക്കിയുള്ളവര് അവനെ കഴിഞ്ഞും ഡബിൾ ഇരട്ടി സൈസാണ്. അതുകൊണ്ട് അവര് ഹായ് ആയിട്ട് വലിയ വലിയ സാധനങ്ങള് ഇപ്പൊ സിമ്പിൾ ആയിട്ട് തൂക്കിയെടുക്കും. പിന്നീട് ലോങ് ജമ്പ്, സൈഡ് ജമ്പ് ഇതിലെല്ലാം തന്നെ നമ്മുടെ ഹീറോ അവൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഫിനിഷ് ചെയ്യും. 5ാമത്തെ ടെസ്റ്റ് വീണ്ടും ബോൾ ത്രോ. നമ്മുടെ ചുന്ദരിപ്പെണ്ണ് ഡോറ അവള് ബോൾ എടുത്ത് ഇപ്പൊ വലിച്ചെറിയും. അവളുടെ പവറില് ആ ഒരു ബോള് അതിപ്പോ സ്പേസിലെത്തും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസ്റ്റൻസ് അത് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞ് മാസ്റ്റർ പറയും. അവള് സന്തോഷത്തിൽ ചാടിത്തുള്ളി ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ ഹീറോ ആവട്ടെ അവൻ ബോളുമായി അകത്തേക്ക് കയറി വരും. ഹീറോ ഒരു സെക്കൻഡ് അവന്റെ ചിരിക്കുട്ടനെ കുറിച്ചും മാസ്റ്ററിനെ കുറിച്ചും ചിന്തിക്കും. ഞാൻ ഇവിടെ വരെ എത്താൻ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണിത്. അതുകൊണ്ട് ഈ ചാൻസ് അത് ഞാൻ മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ ഫുൾ പവർ എടുത്ത് ആ ഒരു ബോള് അത് വലിച്ചെറിയും. പക്ഷെ ആ ഒരു ബോള് അത് വെറും 45 മീറ്റർ ദൂരത്ത് മാത്രമായിരിക്കും ചെന്ന് വീഴുക. അവൻ ഷോക്കായിട്ട് എന്തു പറ്റി, എന്റെ പവർ എന്താ വർക്ക് ചെയ്യാത്തെ? അപ്പോഴായിരിക്കും ഹീറോ അവന്റെ ടീച്ചറെ ശ്രദ്ധിക്കുക. അവനാണ് ഹീറോയുടെ പവർ തടഞ്ഞു വെച്ചതെന്ന് ഇപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും. കാരണം അവന് മാത്രമേ എല്ലാവരുടെയും പവർ അത് കറക്റ്റായിട്ട് അറിയൂ. അപ്പൊ ലോങ് ഷോട്ടില് ചിരിക്കുട്ടനാവട്ടെ ഇതൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഹീറോയുടെ മാസ്റ്റർ ഇപ്പൊ അവനോട് പറയും നിന്റെ ഇതേ പവർ വെച്ച് ഇതിനു മുൻപ് ഒരു സൂപ്പർ ഹീറോ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അവനൊരു ലെജൻഡാണ്. അവന്റെ പവർ അത് നിനക്ക് കിട്ടിയാലും കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ നിനക്ക് അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ ഈ ഒരു പവർ
അത് നിനക്ക് വേസ്റ്റ് ആണെന്ന് പറയുമ്പോ ഹീറോയ്ക്ക് ഒരുപാട് വിഷമാവും. അവൻ ആ പവർ ഇപ്പൊ ചിരിക്കുട്ടന് തന്നെ തിരികെ കൊടുക്കാമെന്ന് തീരുമാനിക്കും. നമ്മുടെ ഹീറോ അവൻ പതിയെ ഇപ്പൊ തിരിഞ്ഞു നടക്കും. എന്നിട്ട് ആ ബോൾ എടുത്ത് ഓടി വന്ന് അവന്റെ ഒരൊറ്റ ഫിംഗറിൽ മാത്രം കറക്റ്റ് ആയിട്ട് പവർ കൊണ്ടുവന്ന് ഇപ്പൊ വലിച്ചെറിയും. ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൻ അലറിക്കാറും. അവൻ പ്രതീക്ഷിച്ച പോലെ ആ ഒരു ബോള് അത് ഒരുപാട് ദൂരം ഇപ്പൊ തെറിച്ചു പോവും. ഇപ്പൊ ഹീറോയുടെ ഒരേ ഒരു വിരല് മാത്രമാണ് ഡാമേജ് ആയിരിക്കുന്നത്. മാസ്റ്റർ ആണെങ്കില് അവന്റെ പെർഫോമൻസ് കണ്ട് വണ്ടർ അടിച്ചു നിൽക്കും. ചിരിക്കുട്ടന് മനസ്സിലാവും അവനവന്റെ പവർ അത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവനും ചില കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആള് എങ്ങനെയെങ്കിലും തനിക്കൊരു ഹീറോയെ മാറണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.